എടോ താൻ ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്തു തരോ? എന്താ സാറേ, എന്ത് ഹെൽപ്പാ? എടോ താനില്ലേ തന്റെ കൂട്ടുകാർക്ക് വിളിച്ചിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് വരാൻ പറ. സാർ എന്തുവായി പറയുന്നേ? ഞാന് എന്റെ ഫ്രണ്ട്സിന് ഉറ്റു കൊടുക്കണമെന്നോ? എടോ അവര് തന്റെ കൂട്ടുകാരാണെങ്കിലും അവര് ഒരു കുട്ടീനെ കടത്തിക്കൊണ്ട് പോയി. അതിന് ഞാനെന്ത് വേണം സാർ? നിങ്ങളുടെ അല്ലേ ആവശ്യം? അപ്പോ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോ അവരെ. ഞാന് അവരെ ഉറ്റു കൊടുക്കൊന്നുമില്ല, അവര് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. താൻ എന്ത് ഡിമാൻഡ് ചോദിച്ചാലും ഞങ്ങള് ചെയ്തു തരാം. താനേ അവരെ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഒന്ന് എത്തിച്ചു തരണം. എന്ത് ഡിമാൻഡ് ആണെങ്കിലും നിങ്ങൾ ചെയ്തു തരുമോ? അതേടോ ഞങ്ങളല്ലേ പറഞ്ഞത് ചെയ്തു തരാന്ന്. എങ്കില് അവരെ പിടിച്ചു കഴിഞ്ഞാല് എന്നെ റിലീസ് ചെയ്യുമോ? ഓ അതിനെന്താ, തീർച്ചയായും ചെയ്യാലോ. എങ്കില് സാറുമാർ പറ, എന്ത് ഹെൽപ്പാ ഞാൻ ചെയ്യേണ്ടത്? ഓക്കെ സർ. ഹലോ ഹലോ ചേട്ടത്തി, ഞാനേ പത്രോസായി സംസാരിക്കുന്നത്. എടോ താൻ ജയിലിലല്ലേ, പിന്നെങ്ങനെയാ താൻ സംസാരിക്കുന്നേ? ചേട്ടത്തി, ഞാനേ ജയിലിൽ ചാടി. എടോ പത്രോസേ, തന്നെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. നീയേ ആ പോലീസുകാരുടെ കൂടിയിട്ട് ഞങ്ങളെ അവർക്ക് പിടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചല്ലേ? അയ്യോ ചേട്ടത്തി, നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാവുന്നതല്ലേ. നിങ്ങൾ പറയുന്നതിനപ്പുറം ഞാൻ പോകാറുണ്ടാ ഇല്ലല്ലോ. പിന്നെന്തിനാ ചേട്ടത്തി നിങ്ങൾ എന്നെ വെറുതെ സംശയിക്കുന്നത്? പത്രോസാ വിളിച്ചത്, അവന് പറയുവാ അവന് ജയിലിൽ ചാടിന്ന്. ഇനിയിപ്പോ എന്താ പറയേണ്ടത്? അവനോട് വീഡിയോ കോൾ ചെയ്യാൻ പറ. എടോ പത്രോസേ, താൻ എവിടെയാണുള്ളത്? അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്തേ. എന്തേ വീഡിയോ കോളാ? സാറേ, അവർ വീഡിയോ കോൾ ചെയ്യാൻ പറയുന്നു. താന് പുറത്തോട്ട് വാ. ഹലോ പത്രോസേ, ഹലോ ഹലോ. അവനെ വീഡിയോ കോൾ ചെയ്യുക. നീ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തേ. പത്രോസേ. ചേട്ടത്തി, ഇപ്പൊ നോക്കിയേ, ഞാനേ പുറത്ത് തന്നെയാ ഉള്ളത്. എന്റെ കൂടെ ആരുമില്ല. ചേട്ടത്തി, ഞാൻ എവിടെയാ വരേണ്ടത്? എടോ താനേ KSRTC സ്റ്റാൻഡിലേക്ക് വാട്ടാ. അവിടെ എത്തിയിട്ടേ താൻ ഫോൺ വിളിച്ചാൽ മതി, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ശരി എടുത്തി. എനിക്ക് ആ പത്രോസിന്റെ മേലെ ചെറിയ സംശയമുണ്ട്. നമ്മൾ അവനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലെന്നാ തോന്നുന്നത്. അതൊക്കെ തന്റെ തോന്നല. അവൻ എത്ര വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാ. അവൻ നമ്മള് അങ്ങനൊന്നും ചതിക്കൊന്നുമില്ല. സാറേ, അവര് KSRTC സ്റ്റാൻഡിലുണ്ടാവും. ഞാൻ എന്നാ പൊക്കോട്ടെ. കോൺസ്റ്റബിൾ, ഇവനെ പിടിച്ച് അവിടെ തന്നെ അടക്ക്. സാറേ, ഇത് ചതിയാ. സാർ എന്തുവാ എന്നോട് പറഞ്ഞത്? നടക്കങ്ങോട്ട്. അവനെ മോഷ്ടിച്ചതും പോരാ, എന്നിട്ടേ ചതിയുടെ കണക്ക് പറയുന്നു. ജയിലുള്ളവൻ എന്തിനാ കാശും? തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ചേട്ടത്തി, നമ്മളിനി എവിടെയാ പോകുന്നത്? നമുക്ക് ആദ്യം KSRTC സ്റ്റാൻഡിൽ പോവാം. അവിടുന്ന് പത്രോസിനെ വിളിച്ചിട്ടേ കർണാടക സ്റ്റേറ്റിലോട്ട് പോകുന്ന ലോറി ഉണ്ടാവും, അതിൽ കയറാം. അവിടുന്ന് മാംഗ്ലൂർ എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് നേരെ മുംബൈയിലോട്ട് വിടാം. ശരി ചേട്ടത്തി. സാർ, ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് എങ്ങനെയാ അവരെ കണ്ടെത്തുന്നത്? ഹലോ ഹലോ സാറേ, എന്റെ ചേട്ടനെ കണ്ടുപിടിച്ചോ സാറേ? സാറേ, എന്റെ അമ്മയില്ലേ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുക സാറേ. എന്റെ അമ്മ ഒന്നും കഴിച്ചില്ല സാറേ. എത്രയും പെട്ടെന്ന് എന്റെ ഏട്ടനെ കണ്ടുപിടിക്കോ സാറേ. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ കരയാതെ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. ഇല്ല സാർ, ഞാൻ കരയുന്നില്ല. പക്ഷെ അമ്മ കരയുമ്പോ എനിക്ക് സഹിക്കാൻ വയ്യ. മോളെ, നീ കാര്യമൊന്നും വേണ്ട കേട്ടാ. ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടില്ലേ. എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ ഏട്ടനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ വീട്ടിലേക്ക് തന്നെ ഇപ്പൊ തന്നെ വരാം കേട്ടോ. ഞങ്ങൾ ഫോൺ വെക്കുന്നേ. പാവം സാറേ, നമ്മളിപ്പോ എങ്ങനെയാ അവരെ തിരിച്ചറിയുന്നത്? കള്ളനെയാണെങ്കിലേ സ്റ്റേഷനിൽ കൊണ്ടുചെന്നാക്കി. ഞാന് രാഹുലിനെ വിളിച്ചിട്ടേ ആ കള്ളം പത്രോസ് വിളിച്ച നമ്പറില്ലേ, ആ നമ്പറെ ട്രേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവന് എക്സാക്ട് പ്ലേസ് പറയും. നമ്മള് അവിടെ ചെന്ന് നോക്കിയാ മതി. ഹലോ, രാഹുലേ, എടാ പറഞ്ഞോ. എന്റെ അടുത്തോ? അടുത്ത് തന്നെ കാണിക്കുന്നുണ്ടോ? കോൺസ്റ്റബിൾ, അവന് പറയുന്നത് ആ നമ്പറ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്നാ. അപ്പൊ നമുക്ക് ചുറ്റുപാടൊന്ന് വീക്ഷിക്കണം. സാറേ, ആ കാറൊന്ന് നോക്കിയേ. സാറേ, ഈ കാറിന്റെ നമ്പർ ഒന്ന് നോക്കിയേ. ഇത് നേരത്തെ ആ കുട്ടി തന്ന ആ എഴുതിയ അതേ നമ്പറല്ലേ സാറേ? സാർ, അപ്പൊ ആ കാറിനകത്തുള്ളത് അവര് തന്നെയായിരിക്കും. നമുക്ക് പെട്ടെന്ന് പോയിട്ട് തന്നെ അവരെ പിടിക്കാം. ധൃതി പിടിക്കണ്ട. അവര് ചിലപ്പോഴേ നമ്മളെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളെ അവിടെ കുറച്ച് മറിഞ്ഞു നിന്ന് നോക്കാം. അവർ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് പോയിട്ട് അവരെ പിടിക്കാം. അല്ലെങ്കിൽ നമ്മളെ കണ്ടാലേ അവര് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ സാർ. എടാ, നീ കാർ സൈഡിൽ ഒതുക്കിയോ? ചേട്ടത്തി, ഞാനേ കാറ് കുറച്ച് സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പത്രോസിനെ വിളിക്ക്. അവനെ വിളിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ. ചിലപ്പോ പോലീസ് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടെങ്കിലോ. ഹാൻഡ്സ് അപ്പ്. എവിടേക്കാ ഓടിപ്പോന്നെ? മര്യാദക്ക് നടക്കങ്ങോട്ട്. എടോ, താനല്ലോടോ ഇന്നലെ ഞങ്ങളുടെ കാറിന് മുമ്പിൽ ചെന്ന് ചാടിയത്? സാറേ, അത് പിന്നെ ഇവരെ എനിക്കറിയില്ല സാറേ. നിർത്തണ തന്റെ നാടകം. പറയടോ, താനെ ആ പയ്യൻ എന്ത് ചെയ്തോ? അയ്യോ സാറേ, ഏതു പയ്യൻ? ഞങ്ങൾക്കൊരു പയ്യനും അറിയില്ല.
ഛി, തന്നോടല്ലേ നിർത്താൻ പറഞ്ഞത്. സത്യം പറയടോ, സത്യം പറ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിന്നെ തല്ലിച്ചതുക്കും കേട്ടോ. ആ അയ്യോ സാറേ, പറയാം സാറേ. സാറേ, ആ പയ്യനെ ചാക്കിലാക്കിയിട്ട് ഞങ്ങൾ ഒരു വണ്ടിയിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഏത് വണ്ടിയാണെന്നറിയില്ല. നിന്നെ ഞാൻ